ആരാപ്പത്? മോനു അഞ്ചോ അങ്ങോട്ട് പോര്, അകത്തേക്ക് കാക്കതവിടെ കിടക്കണ്. അത് നടക്കേ, കാക്കടുണ്ട്, അത് നടക്കേ. കാക്കാക്ക് തന്നെ പണി ഇതാ ഈ കടത്തങ്ങനെ കിടക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ നീച്ചു തുറക്കും, അതന്നെ പണി. ഇരിക്ക മോനോ, ഇരിക്ക. അവിടെ തന്നെ ഇരുന്നോ, ആ കസാലയിൽ തന്നെയാണ് കുത്തിറന്നോ. പിന്നെ സുമി ഉണ്ടായിലാണ് പോയിട്ടേ, ഓളെ കൂട്ടുകാരനെ കാണാനൊന്നും പറഞ്ഞ് കാണ്ട് ആണ് പോയതാണ്. കുറച്ചേരം ഇക്കണ് പോയിട്ട് ഇപ്പോൾ കാണില്ല. ചേട്ടാ ഇരിക്കട്ടോ, ഞാൻ ചായ എന്നാലും കുറച്ചടാ. ആ തമ്മാരർത്താനം സുഖം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഇരിക്ക മോനോ, അവിടെ തന്നെ ഇരുന്നോ. ഞാനേ തുളി ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. മാണ്ടമ്മയ്യേ, ചായക്കൊന്നും ആവശ്യമില്ല. നിങ്ങൾ അടുക്കളയ്ക്കൊന്നും പോയില്ലേ? ഒരു തുള്ളി വെള്ളടാ. മാണ്ടേ. ആയിക്കോട്ടെ, എന്നാ പിന്നെ അമ്മായി നിർബന്ധിച്ചണില്ല. അവിടെ ഇരിക്കജ്, കുറച്ചേരം ഇരിക്ക, ആക്കം പോലെയൊക്കെ പോവാ ട്ടാ. സുമി എവിടേക്കാ പോയത്? ഓളെ കണ്ടില്ല. സുമി ഇപ്പൊ ഇവിടെ ഉണ്ടേനു. എന്താ കാക്കാ, നിനക്ക് സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. കാക്കാക്ക് സുഖം തന്നെ. കാക്കാക്ക് പിന്നെ ജില്ലാ ആസ്പത്രിയിലാണ് പോകും. അവിടെ നിന്ന് അങ്ങനെ മരുന്ന് കൊടുന്ന് കുടിച്ചു, അങ്ങനെ പോണേ. കാക്കാ മയ്യേ, എന്നാ ഞാനോ പോയോക്കട്ടെ. പൊണ്ണുമാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ആ ഹോസ്പിറ്റലിൽ പോണല്ലേ. ഒട്ടോരായപ്പോൾ ആ മരുന്ന് കുടിച്ചൽ തുടങ്ങിയിട്ട് 4-5 കൊല്ലായില്ല മയ്യേ. എത്തല്ലേ, ഇപ്പോഴും ഒരു ഫലം കാണില്ലല്ലേ. എത്ര വെച്ചിട്ടാടാ അപ്പം ആ മരുന്നുകൂടി 4-5 കൊല്ലം മരുന്നുകൂടി തുടങ്ങിയിട്ട് പറഞ്ഞാൽ ഇതുവരെ അതിനൊരു ഫലമൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ എത്ര വട്ടം വന്നു പോയി. ഒരു നേരത്തിനും കാലത്തിനും കുട്ടികളാവണ്ടേ ഇല്ല. അമ്മായി എന്നോടൊരു കാര്യം പറയാം. അമ്മായിനോടൊരു ഏറി എനിക്ക് തോന്നരുത്, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്താ മയ്യേ? അതൊന്നങ്ങനെ ചെയ്തോക്കെ. എന്താ മയ്യ നിങ്ങൾ പറയണത്? എന്താണ് ഇപ്പം നിങ്ങൾ? അല്ലടാ, എനിക്ക് 40-47 വയസ്സായില്ലേ. നേരത്തിനും കാലത്തിനൊക്കെ കുട്ടികൾ വേണ്ടേ, എന്നാലല്ലേ വയസ്സാം കാലത്ത് നമുക്കൊരു തുണ ഉണ്ടാവുള്ളൂ. കുറേ കാലമായില്ലപ്പോൾ കുഴപ്പം തെറ്റില്ലാനും എന്നാ മരുന്ന് മാണേനൊന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ മരുന്ന് കുടിച്ചാൽ തുടങ്ങിയിട്ട്. ഇരിക്കണുണ്ട്. അതൊക്കെ അങ്ങനെ മയ്യ നടക്കുവോ? ആ അതൊക്കെ നടക്കും. ഞാൻ പോയി എന്നാലിട്ടാ. ചെറുക്കന് കുറച്ചൊക്കെ വണ്ടിയിൽ കയറിയിരിക്കണു. എന്തിയേ, ഓനൊരു കുട്ടികളും മക്കളൊന്നും വേണ്ടേ? കാലാകാലം ഇങ്ങനെ നടന്നാൽ മതിയോ? അതിനത്ര മനസ്സാ ഞാൻ പറഞ്ഞത്. വേറെ പെണ്ണിട്ടിയാലും എന്താ, ഓളെ നോക്കിക്കൂടെ? ഇല്ല, ഓളെ ഒഴിവാക്കാനൊന്നും ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓളടന്നോട്ടെ. ഉണ്ടേ, ഇച്ച് കുറ്റിബുദ്ധി ഉണ്ട്. ഞാനേ നമ്മളെ സുമിനെ ഓനെ കൊണ്ട് കെട്ടിച്ചാലോ എന്നാ വിചാരിച്ചത്. നല്ല മനസ്സാണ് എൻ്റെ മനസ്സ്. എനിക്ക് ഈ കഴിഞ്ഞതൊന്നും പോരാ. എനിക്ക് ഓനെ പൊന്മുട്ടുള്ള താറാവാണ്. ഇജ്ജ് പോയി ഒന്നും ചെയ്തോ ഇത്ര എളുപ്പം? ഇപ്പം പോയിട്ടുള്ളൂ രജ്. എത്തപ്പം എൻ്റെ എനിക്കൊരു ചായൊരു മൂത്തുക്കൊക്കെ തെളിയില്ലാത്ത എത്തിയപ്പോൾ അത് എത്തിയപ്പോൾ ഈ ചെറുക്കന് പോയ മാർക്കല്ലല്ലോ ഇപ്പോൾ വന്നപ്പോൾ എത്തിയപ്പോൾ പറ്റിയത്. എന്തെണ്ണീ എൻ്റെ കണ്ണും മോറും തെളിയില്ലാത്തതാ. എത്തില്ലമ്മ, എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ കിടക്കട്ടെ കുറച്ചു നേരം. ആ നജാൻ പോയി കടന്നോ. ഞാനേ കുറച്ച് പാണ്ടാ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചാൻ, അതൊക്കെ ഒന്ന് പോയി പറിച്ചട്ടെ. എന്തപ്പോൾ കാക്കാനെയും അമ്മേനെയും കാണാൻ പോയപ്പോഴുള്ള ഉസാറൊന്നും ഇല്ലല്ലോ. എന്താ ഇപ്പം പറ്റിയത്? എന്തോ ഉണ്ടേക്കോ. ഇത് തലവേദനയൊന്നുമല്ല, ഇത് എന്തോ സംഭവിച്ചതാണ്. അമ്മായിൻ്റെ സ്വഭാവം വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കും.
പൊണ്ണുമാ പോണുമാ ഇത് ഈ കൈക്കല ശീലകളൊക്കെ തിരുമ്പിയതല്ലേ ഇതവിടെ ഔത്ത് കൊണ്ടുപോയിക്കാണ് വെച്ചാളാ അതിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് കാണും ഇതാക്കണ്ട. എന്താണ് ചൂട്, വെയിലറച്ചാൽ അങ്ങനെയാണ്, മുറ്റത്തേക്ക് ഇറങ്ങൂല. ഇത് തുള്ളി വെള്ളം എടുത്താ. അല്ലമ്മ എത്തപ്പോൾ കാക്കാക്ക് പറ്റിയിരിക്കണത്? പോയ മാർക്കരല്ല ഇപ്പോൾ തിരിച്ചെന്നിപ്പോൾ. ആ ഇനിയിപ്പോൾ ജൈമ ഇങ്ങനെ ഊഹിച്ചുണ്ടാക്കണ്ട. ആ ഞാൻ ഒന്നും പറയണില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞാലേ അതല്ലേ കേൾക്കുക, ചെത്തിനാവില്ല. ആ ജത്തും പറയണ്ട. എനിക്ക് അല്ലെങ്കിലും കാക്കാക്കും അമ്മയ്ക്കോ കുറ്റം. ആ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഇത്രയൊന്നും പഠിച്ചിട്ട് ആ അമ്മായി ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അല്ല എത്തപ്പോൾ വന്നേക്കിനെ കടന്നു നിൽക്കണത്? എന്തെറ്റി? ഒന്നുമില്ല. തലവേദന ഉണ്ടോ? ഒന്നുമില്ല അറിയില്ല. പോയപ്പോൾ സാറൊന്നുമില്ല. പിന്നെ ഞാനേ ഡോക്ടർക്ക് ബുക്ക് ചെയ്തുക്കണു കേട്ടോ. ഒരു 3 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞുക്കണു. ഡോക്ടറെ അടുത്തൊക്കെ പോകണോ പോകണ്ടേന്നൊക്കെ പിന്നെ തീരുമാനിച്ച ഇപ്പൊ തൽക്കാലിക റൂമിൽ നിന്ന് ഒന്ന് പുറത്തു പോ. കുറച്ച് സ്വസ്ഥത കൊണ്ടാ, അതാണ് ഇപ്പൊ വേണ്ടിയത്. 5-8 കൊല്ലായില്ലേ മരുന്ന് കുടിച്ചാൽ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ ഫലമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ? ഇച്ചൊന്നും വേണ്ട, ഇതൊന്ന് പോയി തന്നാ മതി. പോകുമ്പോ വാതിലോട്ട് അടക്കേ, എന്നാലും പോർന്ന്